ഒരു നാടിൻ്റെ കയ്യടി നേടിയിരിക്കുകയാണ് ഈ വീട്ടമ്മമാർ. സംഭവം എഴുകോണിലാണ്. ചക്കവറ്റൽ വിറ്റ് സംസ്ഥാന ബജറ്റിൽ വരെ ഇടം നേടിയ 4 വനിതാ സംരംഭകരുടെ കഥയാണിത്. കേരളത്തിൻ്റെ സംരംഭകത്വത്തിന് പുതിയ പ്രചോദനമാണ് ഈ വീട്ടമ്മമാർ. സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്ന യൂണിറ്റുകൾ പ്രോത്സാഹിപ്പിക്കുമെന്ന പ്രഖ്യാപനത്തിലാണ് ധനമന്ത്രി KN ബാലഗോപാൽ. എഴുകോണിലെ വീട്ടമ്മമാരുടെ ഈ സംരംഭകത്തെ ഉദാഹരണമായാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എഴുകോണിൽ കൃഷ്ണകൃപയിൽ ശുഭ, ഇവർക്ക് 52 വയസ്സാണ്. ശ്രീജിത്ത് ഭവനിൽ ലതിക 60 വയസ്സ്. തുണ്ടുവിള വീട്ടിൽ രേഖ 33 വയസ്സ്. പൊയ്കവിള വീട്ടിൽ രാജി 54 വയസ്സ്. അയൽവാസികളായ ഇവർ ചേർന്ന് കഴിഞ്ഞ ജനുവരിയിൽ തുടങ്ങിയ ഈ സംരംഭം ഇപ്പോൾ ബജറ്റ് രേഖകളിലും ഇടം നേടി മുന്നേറുകയാണ്. കുടുംബശ്രീ സംരംഭകർക്കായി കൊട്ടാരക്കരയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തതാണ് ഇവർക്ക് പ്രചോദനം ഉൾക്കൊണ്ടത്. എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടോക്കോ സ്റ്റാർട്ടപ്പ് കമ്പനി അവരുടെ ചിപ്സ് ഇനങ്ങൾ പരിചയപ്പെടുത്തി. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നൽകിയാൽ നല്ല വില ഉറപ്പു നൽകാമെന്ന വാഗ്ദാനവും വീട്ടമ്മമാരെ ആത്മവിശ്വാസത്തിൽ ആക്കുകയും ചെയ്തു. ശുഭയുടെ വീടിന്റെ അടുക്കളയിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. പാത്രങ്ങളും സാമഗ്രികളും സ്റ്റാർട്ടപ്പ് മിഷൻ നൽകി. ചക്കയും വെളിച്ചെണ്ണയും സ്വന്തമായി നാട്ടിൻ പുറത്തു നിന്നും നല്ല ചക്ക വാങ്ങുകയും ചെയ്തു. ചുള വെട്ടി നല്ലപോലെ അത് വൃത്തിയാക്കി ഫിൽട്ടർ വെള്ളത്തിൽ കഴുകി കമ്പനി നിർദ്ദേശിച്ച വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുകയും ചെയ്തു. ഗുണമേന്മയുള്ള ചക്കവറ്റൽ കമ്പനിക്ക് അയച്ചതോടെ അവരുടെ പരിശ്രമം അംഗീകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. ചക്കയുടെ സീസൺ കാലയളവായ 4 മാസം കൊണ്ട് 4 വീട്ടമ്മമാർ ചേർന്ന് 400 കിലോയിലേറെ ഉപ്പേരി തയ്യാറാക്കുകയും ചെയ്തു. കിലോയ്ക്ക് ശരാശരി 1000 രൂപ വരെ വില ലഭിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ വെളിച്ചെണ്ണ വിലയിലെ മാറ്റം നമുക്കറിയാവുന്നതാണ്. അതനുസരിച്ച് ചില്ലറ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടായെങ്കിലും 4 മാസം കൊണ്ടാണ് 2.5 ലക്ഷം രൂപയോളം ലാഭം നേടിയതായി സംഘം വ്യക്തമാക്കുകയും ചെയ്തു. എഴുകോണിലെ വീട്ടമ്മമാരുടെ ഈ സംരംഭക വിജയം കേരള വനിതാ സംരംഭകത്വത്തിന് പുതിയ വഴിത്തിരിവുകൾ ഇപ്പോൾ തുറക്കുകയാണ്.